ആരും മുസ്ലിം വിഭാഗത്തിന് ഒരിക്കലും എതിരാകാൻ പാടില്ല. അതൊരു മതവിഭാഗമാണ്. പക്ഷേ നമ്മളെതിരായിരിക്കുന്നതുകൊണ്ട് ഭീകര പ്രസ്ഥാനങ്ങൾക്കെതിരെ അത് നമ്മൾ പറഞ്ഞു കേട്ടുള്ളതാണ്. ഭീകര പ്രസ്ഥാനങ്ങൾ ഇടപെടുന്നവരെ മിക്കവാറും എല്ലാം തന്നെ മുസ്ലിങ്ങളാണെന്നും, പക്ഷേ എല്ലാ മുസ്ലിങ്ങളും ഒന്നും ഭീകര പ്രസ്ഥാനങ്ങൾപ്പെട്ടവരല്ലെന്നും നല്ല മനുഷ്യരാണെന്നും അവിടെ ധരിക്കുന്നവരാണ് ഞങ്ങളൊക്കെ. അപ്പോൾ അതുകൊണ്ട് ഒരു മുസ്ലിം എന്ന നിലയിൽ ഒരാളിനെ കണ്ടുകൊണ്ട് പ്രചരിച്ചോടെ കാണുന്നത് ശരിയല്ല. അതുകൊണ്ടാണ് മുസ്ലിം ഒരാൾ മുഖ്യമന്ത്രി ആയിരുന്നില്ലേ, എന്നെ കുഴപ്പമുണ്ടായിരുന്നു. മുഹമ്മദ് കോയ ഇവിടെ മുഖ്യമന്ത്രി ആയിരുന്നില്ലേ, എന്നെ കുഴപ്പമുണ്ടായിരുന്നു. അവർ മുഖ്യമന്ത്രി ആകട്ടെ, അതിന് കുഴപ്പമൊന്നുമില്ല. പക്ഷേ അതിനനുസരിച്ച് ജനാധിപത്യ രീതിയിലൂടെ അവർ പോകുന്നുവെങ്കിൽ ജനാധിപത്യ നിലയിലാണ് ഇവർ പൊയ്ക്കൊണ്ടിരിക്കും. പോകുന്നുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് നമ്മൾ പരാമർശിച്ചിട്ട് മുഖ്യമന്ത്രിയാകാൻ പ്രത്യേകിച്ചും ഇപ്പം എന്താ അതിനെ കുഴപ്പമിരിക്കുന്നത്? അവർ മുഖ്യമന്ത്രിയാകുള്ള മെടുക്കന്മാർ നേതാക്കന്മാരും ഒക്കെ ഉണ്ടല്ലോ, ഇപ്പം തന്നെയുണ്ട്. ശ്രീജിത്ത്, ഇപ്പോൾ ഈ ഫാദറെ ഈ സഭയുടെ ഒരു ഔദ്യോഗിക വക്താവൊന്നും അല്ലല്ലോ, സഭയുടെ നിലപാടല്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് തള്ളിക്കളയാം. അങ്ങനെയാണ് നേതാക്കൾ പറയുന്നതും. അദ്ദേഹത്തിനെതിരെ രൂക്ഷമായ വിമർശനം ഉന്നയിക്കുന്നുമുണ്ട്. ഈ CPM അങ്ങനെയാണ് പറഞ്ഞത്, PC ജോർജ് അങ്ങനെയാണ് പറഞ്ഞത്. പക്ഷെ മഞ്ജുഷ് നേരത്തെ ജോണി നെല്ലൂർ സംസാരിച്ചപ്പോൾ അദ്ദേഹം ചൂണ്ടിക്കാണിച്ച ഒരു കാര്യമുണ്ട്. സഭയിലെ ഏറ്റവും ആദരണീയനായ വൈദികനാണ്, ഞങ്ങളൊക്കെ ഒരുപാട് ബഹുമാനിക്കുന്ന ആളാണ് എന്ന ആമുഖം തന്നെ എടുത്താൽ മതി. അദ്ദേഹത്തിന് സഭയിലുള്ള സ്വാധീനം അല്ലെങ്കിൽ ബന്ധങ്ങൾ, ഈ കേരള കോൺഗ്രസിലുള്ള ബന്ധങ്ങൾ, പല ഘട്ടത്തിലും കേരള കോൺഗ്രസിൽ അദ്ദേഹം ഇടപെടാറുണ്ട് എന്നും ജോണി നെല്ലൂർ തുറന്ന് സമ്മതിക്കുന്നത് നമ്മൾ കേട്ടതാണ്. അത് തന്നെയാണ് അതിന്റെ യഥാർത്ഥത്തിലുള്ള ഒരു മറുപടി. യഥാർത്ഥത്തിൽ മാണി പുതിയിടം തുറന്നു പറഞ്ഞത് ഒരുപക്ഷെ ഇപ്പോൾ നിലവിൽ ചുമതലയുള്ള പല വൈദികരും പറയാതിരിക്കുന്നതാണ്. മാണി പുതിയിടം തുറന്നു പറഞ്ഞത് സഭയുടെ ഇടപെടൽ ഏത് ഘട്ടത്തിലെത്തിയിരിക്കുന്നു, അത് ഫലത്തിൽ മടുത്തു നിൽക്കുകയാണ്. അതായത് ഒരു ലയനം എന്നുള്ളത് അദ്ദേഹം വേണം, അതാണ് സഭയിലെ വിശ്വാസികളുടെയൊക്കെ ആവശ്യം എന്ന് പറയുമ്പോൾ സഭാവിശ്വാസികൾ അടക്കം ഈ ഒരു നിലപാടിൽ മടുത്തു നിൽക്കുന്നു എന്നുകൂടിയാണ് അദ്ദേഹം ചേർത്ത് പറയുന്നത്. തീർച്ചയായും കത്തോലിക്ക സഭയുടെ ഒരു ഔദ്യോഗിക നിലപാട് എന്ന് മാത്രം നമുക്ക് പറയാൻ കഴിയില്ല. കാരണം അത് അങ്ങനെ ഒരു ഫോം ഇരുന്ന് ഏതെങ്കിലും സിനഡോ അങ്ങനെ ഒന്നും കൂടി പറയുന്നതോ അല്ലെ KCBCയുടെ നിലപാടൊന്നും ആയിട്ടല്ലല്ലോ ഒരു വൈദികൻ പറയും. പക്ഷെ ആ വൈദികന് പ്രാധാന്യമുണ്ട് എന്നുള്ളത് തന്നെയാണ് ജോണി നെല്ലൂരിന്റെ വാക്കുകൾ കൂടി ചേർത്ത് വെച്ച് നമ്മൾ വായിക്കേണ്ടത്. ഒരു കാര്യമുള്ളത്, അദ്ദേഹം BJP ഫലത്തിൽ ഒരു ഘട്ടത്തിൽ പറയുന്നുണ്ട് എങ്കിൽ പോലും അദ്ദേഹം ഈ മഹാരാഷ്ട്രയിലെ അടക്കം സംഭവങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് BJPക്ക് ഒരു അടവ് നയമാണ് BJP പയറ്റുന്നത്. അപ്പോൾ തിരിച്ച് BJPയോട് ചേർന്ന് നിൽക്കുന്നതിന് കുഴപ്പമില്ല, തിരിച്ചൊരു അടവ് നയത്തിന് കുഴപ്പമില്ല. പക്ഷെ BJP എങ്ങനെയാണ് വിശ്വസിക്കാൻ കഴിയുന്നത് എന്ന ചോദ്യം കൂടി അദ്ദേഹം ഉയർത്തുന്നുണ്ട്. ഒരു കാര്യം ഉറപ്പാണ്, സഭയിൽ ഇടപെട്ടടക്കം പല ചർച്ചകളും കേരള കോൺഗ്രസുമായി ബന്ധപ്പെട്ട അടിത്തട്ടിൽ നടക്കുന്നുണ്ട് എന്ന കാര്യം യാതൊരു തർക്കവുമില്ലാതെ നമുക്ക് പറയാൻ കഴിയും. പക്ഷെ അത് ഏതറ്റം വരെ എത്തും, അതിൽ ജോസ് കെ മാണി ഉടക്കി നിൽക്കുന്നു എന്നുള്ളതാണ്. ഫലത്തിൽ ഇദ്ദേഹത്തിന്റെ വാക്കുകൾ വളരെ കൃത്യമായി, വളരെ ഏതാണ്ട് 30 മിനിറ്റോളം നീണ്ടുനിന്ന ഒരു അഭിമുഖമാണ്. അതിന്റെ കുറച്ച് ഭാഗങ്ങൾ മാത്രമാണ് നമ്മൾ നൽകിയിട്ടുള്ളത്. അത് ചൂണ്ടിക്കാണിക്കുമ്പോൾ തന്നെ അദ്ദേഹം മനസ്സിലാക്കാൻ സാധിക്കും. മാത്രമല്ല ഈ മുസ്ലിം ലീഗിനെ അദ്ദേഹം എതിർക്കുന്നില്ല. പക്ഷേ ഈ മുസ്ലിം ഇപ്പൊ പോപ്പുലർ ഫ്രണ്ട് അല്ലെങ്കിൽ അത്തരം തീവ്രവാദികൾ, അത്തരം ഒരു എന്താ പറയുക വിഭാഗങ്ങൾ ഇവിടെ അവരോടുള്ള ഒരു ഭയമാണ് ഫലത്തിൽ BJPയിലേക്ക് അടുക്കുന്നത്. അത് ഈ ഇസ്രായേൽ അടക്കമുള്ള സംഭവങ്ങൾ, ഗസയിലെ അടക്കമുള്ള സംഭവങ്ങളിൽ കേരളത്തിൽ പ്രീണന നയമാണ് ഫലത്തിൽ ഇടത് വലത് മുന്നണികൾ നടത്തുന്നതെന്ന് കൂടി ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് മാണി പുതിയിടം വ്യക്തമാക്കുന്നത്. എന്തായാലും വളരെ സാധാരണഗതിയിൽ ഒരു വൈദികന്റെ പ്രതികരണം ഇങ്ങനെ വരാറില്ല. അങ്ങനെയാണ് ആ നിലയ്ക്കാണ് ഏതാണ്ട് ഈ വിഷയത്തിലെ സമഗ്രമായ ഒരു പ്രതികരണം. ശരിയാണ്. കേരള കോൺഗ്രസിന് എന്തായാലും അദ്ദേഹത്തെ തള്ളിപ്പറയാൻ പറ്റുകയില്ല. കേരള കോൺഗ്രസിന്റെ ഒരു നേതാവും അങ്ങനെ തള്ളിപ്പറയുകയുമില്ല. പക്ഷേ CPMന് ഇക്കാര്യത്തിൽ ഒരു നിലപാട് സ്വീകരിക്കാം. മതസംഘടനകളും മതമേലധ്യക്ഷന്മാരും വികാരിമാരും ഒന്നും ഇക്കാര്യത്തിൽ നിലപാട് പറയേണ്ടതില്ല, രാഷ്ട്രീയത്തിൽ ഇടപെടേണ്ട എന്ന്.